നമസ്കാരം. നമ്മളിവിടെ തൃശ്ശൂർ ജില്ലയിലൂടെ അത്താണി ഭാഗത്താണുള്ളത്. മെഡിക്കൽ കോളേജിന്റെ ബാക്ക് സൈഡിലാണ് വരുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഒരു കണ്ടംപററി ശൈലിയിലുള്ള അടിപൊളി ഒരു വീടിന്റെ ഹോം ടൂറാണ് നമ്മളിന്ന് കാണിക്കുന്നത്. 12 സെന്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു വീടാണ്. രാജേഷ് രശ്മി ദമ്പതികളുടെയാണ് ഈ വീട്. 1750 സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ വരുന്നത്. 3 ബെഡ്റൂമാണ് വരുന്നത്. അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ ഈ വീടിൻ്റെ ഹൗസ് വാമിങ്ങും ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നല്ല അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത്. ഈ വീടിന് മാത്രം വീട് ഇൻറ്റീരിയർ ഫർണിച്ചർ മാത്രം ചിലവായിരിക്കുന്നത് 40 ലക്ഷം രൂപയും, അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുമതിൽ ഗേറ്റ്, ഇൻ്റർലോക്ക്, മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ട് 46 ലക്ഷം രൂപയാണ് ഈ വീടിന് അവർക്ക് ചിലവായിരിക്കുന്നത്. അപ്പോൾ ഈ വീട് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത് നമ്മുടെ വേറൊരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു, ഒരു സ്ലോ പ്രൂഫ്, അതിൻ്റെ ഹരിയാണ് നമുക്കിത് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേറ്റ് വീഡിയോ കാണുന്നതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കയറി നോക്കാം. മുറ്റത്ത് നല്ല അതിവിശാലമായിട്ടുള്ള മുറ്റാണ്. മുറ്റത്ത് നമുക്ക് കാർ പോർച്ചോ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ട് എത്ര കാർ വേണമെങ്കിലും പാർക്ക് ചെയ്യാം. ഈ സൈഡിൽ സ്ഥലമുണ്ട്, വെജിറ്റബിൾ ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഒരു കിണർ ഈ ഒരു കോർണറിൽ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഇനി ഈ ഒരു സൈഡിലും സ്ഥലങ്ങൾ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ കളറിലുള്ള ഒരു ടൈലും പ്ലസ് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഗ്രാനൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വിൻഡോസ് കൊടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് തേക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മെയിൻ ഫ്രെയിം വരുന്നത്, ഡോർ വരുന്നത്, ഈ ഡോറിൻ്റെ ഈ ഒരു ചുമരിൻ്റെ വീതിക്ക് തന്നെ അത്യാവശ്യം ഒരു വീതി വരുന്ന നല്ലൊരു വലിയൊരു ഫ്രെയിമാണ് ഈ ഒരു മെയിൻ ഡോറിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മെയിൻ ഡോർ ഇവിടെ 2 പാളിയായിട്ട് പകുതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റീലിൻ്റെ റാഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം മെയിൻ ഡോറിന് ഉപയോഗിച്ചിരിക്കുന്നതും ഉള്ളിലുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിച്ചിരിക്കുന്നതും തേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നേരെ നമ്മൾ കയറി വരുമ്പോൾ ലിവിങ്ങിലേക്കാണ് വരുന്നത്. നല്ല സൗകര്യത്തിലുള്ള ഒരു ലിവിങ് രണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ TV യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് മൾട്ടി വുഡിലാണ് കംപ്ലീറ്റ്. ഇവിടെ കബോർഡ്സ് ആയാലും അതേപോലെ ഇൻറ്റീരിയർ വർക്കിന് ഉപയോഗിച്ചിട്ടുള്ള ഒട്ടുമിക്ക മെറ്റീരിയലും മൾട്ടി വുഡിൽ ഗ്ലോസി ലാമിനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ട് മൾട്ടി വുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു പ്രയറിൻ്റെ ഒരു ചെറിയൊരു യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിംഗിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ബ്ലൂ കളർ ഒരു വാം ലൈറ്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല മനോഹരമായിട്ട് തന്നെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വർക്കും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പർഗോള പോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെൽഫിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ച് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലിവിങ് ഡൈനിങ്ങിലേക്ക് കടക്കുമ്പോഴുള്ള ഒരു ഫ്രെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡ് വിത്ത് ഗ്ലോസി ലാമിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കടക്കുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ് കടക്കുന്നത്. ഡൈനിങ് സ്പേസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ്. ആ ഒരു ഭാഗത്തായിട്ട് C ഷേപ്പ് സ്റ്റെയർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 സീറ്റ് ഡൈനിങ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു C ഷേപ്പ് സ്റ്റെയറിൻ്റെ ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ലൈറ്റാണ് ഇവിടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡൈനിങ് സ്പേസിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു LED പ്രൊഫൈലും, അതുപോലെ തന്നെ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ള LED വാം ലൈറ്റുകളൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാം ഓപ്പൺ കിച്ചണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫ്രെയിമൊക്കെ കൊടുത്ത് 3 സ്പോട്ട് ലൈറ്റുകൾ, ഹാങ്ങിങ് ലൈറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് കിച്ചൺ വരുന്നത്. അത്യാവശ്യം സൗകര്യമുള്ള ഒരു കിച്ചണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് കബോർഡ്സ്, ഡോറുകൾ കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടി വുഡ് വിത്ത് ഗ്ലോസി ലാമിനേഷനിലാണ് കംപ്ലീറ്റ് വർക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഹോബ്, ചിമ്മിണി, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വർക്ക് ഏരിയ, അടുപ്പ്, അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കോമൺ ടോയ്ലറ്റും അപ്പുറത്തും ഉണ്ട്. പിന്നെ നമ്മളത് കഴിഞ്ഞാൽ ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. സിമ്പിളായിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വാഷ് ഏരിയ. LED ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് ലൈറ്റ് വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് 2 സൈഡിലായിട്ടാണ് ബെഡ്റൂം വരുന്നത്. രണ്ടും ഏകദേശം ഒരേ അളവിലുള്ള ബെഡ്റൂംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നല്ല LED പ്രൊഫൈലൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. വലിയ ബെഡ്റൂമാണ്. അതേപോലെ തന്നെ ഒരു പിസ്ത കളറിൽ വരുന്ന ഒരു വാർഡ്രോബ്സ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത്തിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വാർഡ്രോബ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്റ്റെപ്പ് താഴ്ത്തിയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ടൈൽ ഡിസൈനിങ് ഒരു വെറൈറ്റി ആണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു
ടെക്സ്ചർ വർക്ക്. ഇതൊരു സാധാരണ ടെക്സ്ചർ വർക്ക് അല്ല, റഫ് അല്ല, ഇത് ഗ്ലോസി ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ലൊരു മിനുസം തോന്നിക്കുന്ന, നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കുന്ന ഒരു ഐറ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സെക്കൻഡ് ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇതിൽ നമ്മൾ ആ നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ ആ ഒരു സൈസ് തന്നെയാണ് വരുന്നത്. ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാർഡ്രോബ്സിൻ്റെ വർക്ക്, അതിൻ്റെ കളർ തീം കൊടുത്തിരിക്കുന്നത് ഒരു വുഡൻ കളറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഏകദേശമൊക്കെ സെയിം തന്നെയാണ്. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സെപ്പറേറ്റ് വരുന്നത് ബാത്റൂം. ഈ ബാത്റൂമിൻ്റെ ടൈലിൻ്റെ കളറും ഈ ഒരു വാർഡ്രോബ്സിൻ്റെ ഒരു മാച്ച് ആവുന്ന കളറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ടോട്ടൽ 1750 സ്ക്വയർ ഫീറ്റ് ആണ്. അതിൽ 1250 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്നു. ഹാൻഡ് റെയിലിൻ്റെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് വുഡും അതുപോലെ തന്നെ അടിയിൽ GI ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പിൽ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. അതേപോലെ റൈസറിൽ കൊടുത്തിരിക്കുന്നത് ടൈലും. ഈ ഒരു ഹാങ് ലൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഏറ്റവും ടോപ്പിൽ നിന്ന് ഏകദേശം ഈ ഒരു ലെവൽ ലെങ്ത് വരുന്ന നല്ലൊരു ഹാങ് ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ജിപ്സം വർക്കും നല്ല മനോഹരമായിട്ട് തന്നെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പർ ലിവിംഗ് ആണ് വരുന്നത്. ഇവിടെ സ്റ്റോറേജ് സ്പേസും അടിയിൽ കൊടുത്തിട്ടുണ്ട്. മുകളിൽ വേണമെങ്കിൽ ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാവുന്ന രീതിയിലും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ശരിക്കും സ്റ്റഡി ഏരിയ, സ്റ്റഡി ടേബിളാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് മടക്കി വെക്കും ചെയ്യാം, നിവർത്തി വെക്കും ചെയ്യാം. ആ ഒരു സെറ്റപ്പിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മേലെ ഒരു ബെഡ്റൂമാണ് വരുന്നുള്ളൂ, അതാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെ ഫർണിച്ചറോ കാര്യങ്ങളൊന്നും അറേഞ്ച് അല്ല, ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് നമുക്ക് ബാൽക്കണിയിലേക്ക് കിടക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. 1750 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. ഓക്കെ, 3 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ അത്താണിക്ക് അടുത്തുള്ള മെഡിക്കൽ കോളേജിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് തന്നെ. രാജേഷ് ലക്ഷ്മി ദമ്പതികളുടെയാണ് ഈ വീട്. അപ്പോൾ ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ.